السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد القهار، نحمده ونستعينه ونؤمن به ونتوكل به من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ വിധിയെ പ്രിയപ്പെട്ട നമ്മുടെ ജൂർണ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സൗകര്യമായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ഒരു വേദിയിൽ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം എന്നുള്ളത് സദഖയുടെ എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് അല്പനേരം സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇതിന് തൗഫീഖ് നൽകിയ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമേ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. മുഅ്മിനീങ്ങൾ, ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ മസ്ജിദുകളിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ള മദ്രസകൾ, അതുപോലത്തെ ദർസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജുകൾ ഉണ്ടാവും. ഇതുപോലത്തെ ഓരോ സ്ഥാപനങ്ങളും നമ്മുടെ ഏവരുടെയും നാട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു പള്ളിയിലേക്ക് സംഭാവന ചെയ്യുകയാണെങ്കിൽ, ഒരു രൂപ സംഭാവന ചെയ്താൽ അവൻ ഖബറിലേക്ക് എന്നാണോ എത്തുന്നത്, അതുവരെ മാത്രമല്ല ഖബർ വരെ അവനക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം ഉണ്ടാവുമെന്ന് ലോകത്തിന്റെ നായകൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എത്രയാണോ, ഒരു രൂപയെങ്കിൽ ഒരു രൂപ, 10 രൂപയാണെങ്കിൽ 10 രൂപ, നിങ്ങൾക്ക് എന്താണ് കഴിയുന്നത് അത് നിങ്ങൾ പള്ളിയിലേക്ക് സംഭാവന ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുതൽ നിങ്ങൾ എന്നാണോ കൊടുത്തത് അന്ന് മുതൽ നിങ്ങൾ മരണപ്പെടുന്നത് വരെയും, അതുപോലെ തന്നെ മരണശേഷവും ഖബറിലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ കീഴിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇനി നിങ്ങളെ ചിന്തിക്കണം, ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതൊരു പൈസയാണോ, അല്ലെങ്കിൽ ഏതൊരു കാശാണ് നമുക്ക് കഴിയുന്നത്, ഏതൊരു പൈസയാണെങ്കിൽ അത് നിങ്ങൾ സ്വതം ചെയ്യുക, പള്ളിയിലേക്ക് സ്വതം ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹിയുമായി എത്തുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിലൂടെ ഒരു സഹാബിയ കടന്നു പോകുന്ന ആരാണത്? ബഹുമാനപ്പെട്ട അബൂദർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പിലൂടെ പോയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, അതാരാണെന്ന് അറിയോ? ജിബ്രീലെ, അതാരാ പോയതെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, ഇത് അബൂദറല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതുപോലെ ഒരു സഹാബിയെ അറിയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടാവും. അല്ലെങ്കിൽ നബി ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു ആയിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതുപോലെ അല്ലാഹുവിൽ നിന്നുള്ള ഒരു കഴിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള കഴിവ് വേറെ ഒരാൾക്ക് ലഭിച്ചിട്ടില്ല. നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അബൂദറാണെന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ അറിയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, ഇദ്ദേഹം മലക്കുകളുടെ കീഴിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം മലക്കുകളുടെ പ്രൊട്ടക്ഷനുള്ള ഒരു വ്യക്തിയായിട്ടാണ് നടക്കുന്നത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹം മലക്കുകളുടെ പ്രൊട്ടക്ഷനിലാണ്. കാരണം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇദ്ദേഹം ഒരു രൂപ ലഭിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ പണിക്ക് പോയി വൈകുന്നേരം മടങ്ങിയെത്തിയാൽ അന്ന് കിട്ടുന്ന എത്രയാണോ പൈസ, അതിന്റെ 3/4 ഭാഗവും സ്വതക്ക ചെയ്യുകയാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതറിയാം. എന്നാലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ കാരണമായി പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ട് അറിഞ്ഞു ഇദ്ദേഹത്തെ, ഈ അബൂദർ എന്ന സഹാബിയെ അറിയണമെങ്കിൽ ഈ ഒരു കാരണം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാമെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാകും. ആ കാരണം വിശദീകരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത? അദ്ദേഹം രാവിലെ പണിയെടുത്തുകൊണ്ട് വൈകുന്നേരം എത്തി അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പണിയെടുത്ത കാശിൽ നിന്ന് 3/4 ഭാഗവും അദ്ദേഹം സദഖ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം പൈസ എടുത്തു വെക്കാതെ അദ്ദേഹം ദിവസം പണി ചെയ്ത് കഴിഞ്ഞ് വന്ന രാത്രി കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം സദഖ ചെയ്യുമായിരുന്നു. തന്റെ മക്കളോട് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, തന്റെ മക്കളോട് ഒരിക്കൽ അബൂദർ പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്റെ ശവം അല്ലെങ്കിൽ എന്റെ ശരീരം നിങ്ങൾ എന്താണ് മരുഭൂമിയിൽ കൊണ്ടുവെക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഉംറ കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞു വരുന്ന സ്വഹാബാക്കൾ ഉണ്ടാവും, ആളുകൾ ഉണ്ടാവും. അവരുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രം, അത് ഞാൻ മരിച്ചതിന് ശേഷം ഈ ആളുകളോട് പറയണം. എന്ത് പറയണം? ഇദ്ദേഹം ഒരു പാപിയാണ്, ഒരു ദരിദ്രനാണ്. നിങ്ങളുടെ ഈ വസ്ത്രം ഈ ഒരു മരിച്ച ഈ ഒരു സഹാബിക്ക് നിങ്ങൾ നൽകണമെന്ന്
പറയണമെന്ന് പറഞ്ഞ് മക്കളോട് പറയുകയുണ്ടായി. ഇത്രയും ദരിദ്രനായ ഒരു സഹാബിയാണെന്ന് ഒരു രൂപ പണിയെടുത്ത പൈസ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്കും സദഖ ചെയ്യാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Can you just please now coordinator E on the stage. Assalamu alaikum warahmatullahi ta'ala wabarakatuh. Alhamdulillah. Assalatu wassalamu alayka ya sayyidal mursalin. Maulaya salli wa sallim daiman abada ala habibika khairil khalqi kullihim. Maulaya salli wa sallim daiman abada ala habibika khairil khalqi kullihim. എനിക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന ജഡ്ജിമാരെ, സദഖ എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു. എന്താണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? നാം സദഖയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ? സദഖയുടെ ഹരീക്കത്ത് മനസ്സിലാക്കി നമ്മൾ സദഖയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള സഹോദരങ്ങളെ, സദഖയിലൂടെ സ്വർഗത്തിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ സമൂഹം സദഖയിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടോ? അതൊരു വലിയ ക്വസ്റ്റ്യൻ ചിഹ്നം തന്നെയാണ്. സദഖ എന്നുള്ളതിനെ ഹിക്മത്ത് മനസ്സിലാക്കിയാൽ അധിക പേരും സ്വർഗത്തിലേക്ക് എത്തുന്നില്ല. എന്താണ് സുഹൃത്തുക്കളെ അതിന് കാരണം? മുമ്പുള്ള പ്രാസംഗികൾ സൂചിപ്പിച്ചു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ സദഖ ചെയ്യുക. അപ്പോഴേ അല്ലാഹുവിൽ നിന്നുള്ള ഗുണം നിങ്ങൾക്ക് നേടിയിട്ടുള്ളൂ. അപ്പോഴേ അല്ലാഹുവിൽ നിന്നുള്ള പരിപൂർണമായ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ സദഖ ചെയ്യുക. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സദഖ ചെയ്യുക. അതാണ് പരിപൂർണമായ സദഖ. അതല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്നത്. എന്തായിരുന്നു അത്? തുന്നിപ്പിടിപ്പിച്ച കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം അതിനിട്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ധരിച്ചത്. അവിടുന്ന് ഒരു നിവർത്തിയില്ലാതെ ഒരു പുതിയ വസ്ത്രം വാങ്ങുകയാണ്. അപ്പോൾ ഒരു യാചികയായ ഒരു സ്ത്രീ തന്റെ അടുത്തിലേക്ക് വരുന്നു. എനിക്ക് വസ്ത്രമില്ല മഹദി, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല. നമ്മൾ എന്ത് ചെയ്യും സഹോദരങ്ങളെ? നമ്മുടെ കയ്യിൽ രണ്ട് വസ്ത്രമുണ്ട്. ഒന്ന് തുന്നിപ്പിടിപ്പിച്ച പറഞ്ഞ വസ്ത്രം, മറ്റൊന്ന് ഇപ്പോൾ എനിക്ക് ലഭിച്ച ഒരു പുതിയ വസ്ത്രം. ഇതിൽ ഏത് നമ്മൾ കൊടുക്കും? ഒരു യാചകൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ഒഴിവാക്കപ്പെട്ട വസ്ത്രമല്ലേ സഹോദരങ്ങളെ നമ്മൾ കൊടുക്കാറുള്ളത്? പക്ഷേ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എന്താണെന്ന് ചെയ്തതെന്നറിയോ? തനിക്ക് പുതുതായി വാങ്ങിയ ആ വസ്ത്രം അവിടുന്ന് സദഖ നൽകുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ സദഖയുടെ പരിപൂർണമായ രൂപം. ഈ രൂപത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങണം.
ഈ രൂപം നമ്മൾ സദാസമയം കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ സ്വതയുടെ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ രൂപം നമ്മൾ പിന്തുടരണം, അതിലേക്ക് ആഴ്ന്നിറങ്ങണം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ഓരോ അവയവത്തിനും നമുക്ക് കടപ്പാടുണ്ട്. ഓരോ അവയവത്തിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആദം സന്തതിയുടെ ഓരോ മക്കളും ഓരോ അവയവത്തിനും കടപ്പെട്ടിരിക്കുന്നു. 360 നരമ്പുകളുണ്ട് ആദം സന്തതിക്ക്. അതിലെ ഓരോ നരമ്പിനും അവൻ കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ ആ കടപ്പാട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തഹ്‌ലീലിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തഹ്‌ലീലിൽപ്പെടുക. അള്ളാഹു തന്ന അൽഹംദുലില്ലാഹ്, ഇതിന് നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? ഇതിനുള്ള സദഖ നമുക്ക് വീട്ടാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ കാര്യം അള്ളാഹു നമുക്ക് തന്നു, അതൊരു സദഖയാണ്. ആ സദഖക്ക് നമ്മൾ ഒരു സദഖ ചെയ്യണം, വീണ്ടും ഒരു സദഖ ചെയ്യണം. അൽഹംദുലില്ലാഹ്, വീണ്ടും അൽഹംദുലില്ലാഹ് പറയാനുള്ള തൗഫീഖ് തന്നു, നമ്മൾ വീണ്ടും പറയുന്നു അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ അൽഹംദുലില്ലാഹ് സദഖ വീണ്ടും അൽഹംദുലില്ലാഹ് പറയുന്നു. അങ്ങനെ സദഖയുടെ ബാധ്യത വീണ്ടുന്നുണ്ടോ? അല്ലാഹു തആലയോടുള്ള നമ്മുടെ കടപ്പാട് പൂർണ്ണമാകുന്നുണ്ടോ സഹോദരങ്ങളെ? എങ്ങനെയാണ് പൂർണ്ണമാവുക? നിരന്തരം തഹ്ലീലിലും തസ്ബീഹിലും അല്ലാഹുവിലേക്ക് നമ്മൾ സദഖ ചെയ്ത് നിരന്തരം മടങ്ങുക തന്നെ ചെയ്യണം. അപ്പോഴേ സദഖ പരിപൂർണ്ണമാവുകയുള്ളൂ. മുസൽമാനങ്ങൾ പറഞ്ഞത് ഒരു കാരക്കച്ചിയുടെ കൊണ്ടാണെങ്കിൽ നിങ്ങൾ നരകത്തേക്ക് ആശ്രയിച്ചുകൊള്ളാണ്ടേ. അതിനർത്ഥം എന്താ? എപ്പോഴും കാരക്കച്ചിയുടെ കൊണ്ടാണ് സദഖ ചെയ്യുക എന്നാണോ? നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് സദഖ ചെയ്ത് നമ്മുടെ കടപ്പാട് നിർവഹിക്കുക. 1000 കോടി 2000 കോടി ആസ്തിയുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ പണത്തിൽ നിന്നും 1 കോടി സദഖ ചെയ്തു. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് തന്റെ കയ്യിൽ 800 രൂപ ഉണ്ടെങ്കിൽ അതിൽ 600 രൂപ സദഖ നൽകുന്ന ഒരു മനുഷ്യന്റെ സദഖ അതിലെത്ര മനോഹരം! അയാളുടെ നിയ്യത്ത് എത്ര മനോഹരം! അയാളുടെ സദഖ എത്ര മനോഹരം! അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ 360 നരമ്പിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് നമ്മൾ വീട്ടേണ്ടതുണ്ട്. അതിന് നമ്മൾ സദഖ ചെയ്യുക തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗങ്ങളോട് അവസാനിപ്പിക്കുന്നു.